എല്ലാവർക്കും എൻ്റെ മറ്റൊരു അനുഭവത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിശുദ്ധ റമളാനിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് റമളാനുമായി ബന്ധപ്പെട്ട എൻ്റെ ചില അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് രണ്ട് ആചാരങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. ഒന്ന്, റജബ് 27. ഞാൻ ഈ പങ്കുവെക്കുന്ന അനുഭവം എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവമാണ്. ഇന്നത്തെ റജബ് 27 കുറിച്ചല്ല. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്, അന്ന് പലഹാരങ്ങൾ കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ദിനങ്ങൾ വരണം. ഒരു പഴംപൊരിയോ നെയ്യപ്പമോ ഉള്ളിവടയോ എന്ത് പൊരിക്കടികളാവട്ടെ, അത് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ദിവസങ്ങൾ വരണം. എന്നാലേ വീട്ടിൽ ഉണ്ടാക്കൂ. അതിന് കാരണം അന്നത്തെ സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റു സാമൂഹിക പ്രശ്നങ്ങളും ഒക്കെ ആവാം. എൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു റജബ് 27. റജബ് 27 എന്ന് പറയുമ്പോൾ, ആ ദിവസം വരുമ്പോൾ, റജബ് 27 നോമ്പിൻ്റെ തലേ ദിവസം ഞങ്ങളെല്ലാവരും പ്രതീക്ഷയോട് കാത്തു നിൽക്കും. ഉമ്മ പറയും, നാളെയാണ് റജബ് 27, നാളെ നമുക്ക് എന്തുണ്ടാക്കണം? ഞങ്ങൾ പറയും പഴംപൊരി, നെയ്യപ്പം. ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറയും. ഉമ്മ തീരുമാനമെടുക്കും, പഴംപൊരി വേണോ, നെയ്യപ്പം വേണോ, കലത്തപ്പം വേണോ. അവസാനം ഏതെങ്കിലും ഒരു പലഹാരത്തിൽ എത്തും. ഈ പലഹാരത്തിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്. ഈ പലഹാരം പെട്ടെന്ന് കിട്ടുമൊന്നുമില്ല. കാരണം ഇതിന് മുമ്പൊരു ചടങ്ങുണ്ട്. അന്ന് എൻ്റെ നാട്ടിൽ ഒരു മുസ്ലിയാരുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ഈ ദിവസം എല്ലാ വീടുകളിലും കയറി ഇറങ്ങി യാസീൻ ഓതുന്നത്. ഇദ്ദേഹത്തെ ഇങ്ങനെ കാത്തിരിക്കുന്ന ആ ഇരിപ്പുണ്ട്, അത് വല്ലാത്തൊരു ഇരിപ്പാണ്. കാരണം ഇദ്ദേഹം വന്ന് പോയിട്ട് വേണം ഈ ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കണമെങ്കിൽ. അയാളിങ്ങനെ വരാൻ വൈകും. ഒരുപാട് വീടുകളിൽ ഇയാൾക്ക് കയറേണ്ടതുണ്ട്, യാസീൻ ഓതി ദുആ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇദ്ദേഹം എത്താൻ വൈകും. ചിലപ്പോൾ 8, 8:30, 9 മണിയൊക്കെ ആവും. അപ്പോൾ അത്രയും ക്ഷമയോട് കൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം ഇയാൾ വന്ന് പോയിട്ട് വേണമല്ലോ അത് തിന്നണമെങ്കിൽ. അങ്ങനെ ഇയാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആ, ഉസ്താദ് വരുന്നുണ്ട്, ഉസ്താദ് വന്ന് പോയാൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഇദ്ദേഹം വരും, യാസീൻ ഓതും, ദുആ ചെയ്യും, ഞങ്ങളൊക്കെ ഒപ്പം നിൽക്കും, ആമീൻ പറയും. ഇങ്ങനെ എപ്പോഴും ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ഈ റജബ് 27 എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് എപ്പോഴും പലഹാരങ്ങളും പൊരിക്കടികളുമായിട്ട് ഇത് അക്കാലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ന് ഇതൊരു അത്ര ഒരു നല്ല അനുഭവമായിട്ട്, അത്ര എഫക്റ്റീവായ ഒരു അനുഭവമായിട്ട് തോന്നുന്നില്ല. കാരണം ഇന്ന് ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. അന്ന് ഭക്ഷണം കിട്ടാതെ കിട്ടുന്നൊരു കാലം. അന്ന് ഇത്തരം ദിനങ്ങൾക്കും എന്തെന്നില്ലാത്ത ഒരു ആവേശവും ഒരു അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ മറ്റൊന്നാണ് റജബ്, ബറാത്ത് രാവ്. ഈ ബറാത്ത് രാവും വരുന്ന സമയത്തും ഇത് മറ്റൊരു ദിവസമാണ്. ബറാത്ത് രാവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അന്നും ഇതുപോലെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ ഭക്ഷണം ഉണ്ടാക്കും. ബറാത്തിന് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നത് ചക്കരച്ചോറായിരുന്നു. എൻ്റെ വീടിനല്ല, പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ അന്ന് ഉണ്ടാക്കിയിരുന്ന ഭക്ഷണം ചക്കരച്ചോറായിരുന്നു. ഈ ചക്കരച്ചോറുമായി ബന്ധപ്പെട്ട് പല രസകരമായ തമാശകളുണ്ട്. എൻ്റെ ഉമ്മാക്ക് ചക്കരച്ചോറ് ഉണ്ടാക്കാൻ മുമ്പ് അറിയില്ലായിരുന്നു. അങ്ങനെ ചക്കരച്ചോറ് ഉണ്ടാക്കി അവസാനം അത് പായസം രൂപത്തിലായി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പിന്നീട് തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു സ്ത്രീ ഉമ്മയെ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഉമ്മ മര്യാദക്ക് ചക്കരച്ചോറ് ഉണ്ടാക്കാൻ പഠിച്ചത്. ഈ ശർക്കര ചോറ് എന്ന് പറഞ്ഞാൽ ഈ ഗോതമ്പ്, ശർക്കര, അതുപോലെ തന്നെ തേങ്ങ, ഇതെല്ലാം മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് ശർക്കര ചോറ്. ഈ ബറാത്ത് ദിനത്തിൽ ശർക്കര ചോറും വെച്ച് ഇങ്ങനെ കാത്തിരിക്കും. കാരണം ഈ മുസ്ലിയർ വന്ന് യാസീൻ ഓതി ദുആ ചെയ്ത് പോയാലേ ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കും, എപ്പോഴാണ് ഈ ഉസ്താദ് വരിക, എപ്പോഴാണ് ഉസ്താദ് വരിക. ഉമ്മയോട് ഇങ്ങനെ ചോദിക്കും, ഉമ്മ എപ്പോഴാണ് വരിക, എപ്പോഴാണ് വരിക. ഉമ്മ പറയും, ഇപ്പോൾ വരും, നിങ്ങൾ ക്ഷമിച്ചിരിക്കേ, ഉസ്താദ് വന്നു പോയാൽ നമുക്കിത് കഴിക്കാം. കാരണം ഇതൊക്കെ കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടും. ശർക്കര ചോറൊക്കെ കൊല്ലത്തിൽ ഒരു ദിവസം മാത്രം കിട്ടുന്ന ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്നില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവും. കാരണം എപ്പോഴും കിട്ടുന്ന ഫുഡാവുമ്പം അതിനത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുമ്പോൾ അതിന് എന്തെന്നില്ലാത്തൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടി ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഈ ഉസ്താദ് വരും. ഫാത്തിഹ, യാസീന്, ദുആ എല്ലാം കഴിഞ്ഞ് ഉസ്താദിന് എന്തെങ്കിലും കൈമടക്കി, ഉമ്മ എന്തെങ്കിലും കൈമടക്കും. എന്നിട്ട് ഉസ്താദ് രണ്ട് കുശലാന്വേഷണമൊക്കെ ചോദിച്ച് ഉസ്താദ് തിരിച്ചു പോകും. തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശർക്കര ചോറ് തിന്നുള്ള ബഹളമാണ് വീട്ടിൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ആർക്കെങ്കിലും കൂടുതൽ കിട്ടും, അത് കുറവാണ്. മറ്റേ എൻ്റെ ജ്യേഷ്ഠന് ചിലപ്പം കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും, എനിക്ക് കുറവ് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും, ജ്യേഷ്ഠന് കുറവ് കിട്ടിയിട്ടുണ്ടാവും, പെങ്ങന്മാർ കുറവ് കിട്ടിയിട്ടുണ്ടാവും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരാതികളാണ്. അവന് കൂടുതലുണ്ടല്ലോ, അവൾക്ക് കൂടുതലുണ്ടല്ലോ, എനിക്ക് കുറച്ചല്ലേ ഉള്ളൂ. കാരണം ഇതൊക്കെ കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്നതുകൊണ്ട്
അങ്ങോട്ട് എനിക്ക് കൂടുതൽ വേണം, എനിക്ക് കൂടുതൽ വേണം എന്നുള്ള ഒരു വാശി എല്ലാവർക്കും ഉണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഈ റജബ് 27 അതുപോലെ തന്നെ ബറാത്ത് രാവും. ഇതിന് ശേഷമുള്ള നോമ്പ്, ഈ നോമ്പൊക്കെ എടുത്തിട്ടാണ് പിറ്റേന്ന് ഞങ്ങൾ മദ്രസയിലേക്കും സ്കൂളിലേക്കൊക്കെ പോയിരുന്നത്. ഇതെല്ലാം നോമ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു റിഹേഴ്സലായിരുന്നു. അന്നത്തെ ആ ഒരു ആവേശമൊന്നും ഇന്ന് ഇത്തരം ദിനങ്ങൾക്ക് കാണാറില്ല. കാരണം അന്നത്തെ നോമ്പ് ഏകദേശം ഒരു റമദാനിലെ നോമ്പ് പോലെ തന്നെയായിരുന്നു. ആ ഒരു എഫക്റ്റീവ് അന്നത്തെ നോമ്പിനും ഉണ്ടായിരുന്നു. എന്നും ഓർമ്മിക്കപ്പെടുന്ന നിമിഷങ്ങളായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തെ ഇത്തരം ദിനങ്ങൾ. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്.